അപ്പോഴേ നമ്മള് ഇന്നൊരു ചെറിയൊരു സാധനം പരിചയപ്പെടുത്താൻ പോകട്ടെ. നമ്മള് ഈ ഒരു സാധനമാണ്, ഇതൊരു ഹാർണറാണ്. ഇതൊരു അതിൻ്റെ ഒരു മറ്റേ പറയില്ലേ നമ്മുടെ എപ്പോക്സിയുടെ പോലത്തെ സാധനം, അങ്ങനത്തെ ഒരു സംഭവമാണ്. അത് നമ്മളുണ്ടല്ല ഇവിടുത്തെ ഹോളുകൾ കണ്ട ഭയങ്കര ലൂസ് ചുമര, എല്ലാത്തിലും രണ്ടാണി വെച്ച് കണ്ട ഇവിടെ ഉണ്ട്. അതുപോലെ ഇതില് എല്ലാത്തിലും ആണി അടിച്ച് മാറ്റാണ്. അപ്പൊ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു 3 പൈപ്പ് ഇത് അവിടെ ബാക്കിൽ കിടക്കണണ്ട. ആ സാധനം നമ്മൾ ഇവിടെ നിന്ന് മാറ്റാണ്. ചെറിയ പ്ലാനില് സോളാറിന്റെ പ്ലാൻ അപ്പുറത്തേക്കിട്ട് മാറ്റാണ്. അപ്പൊ ഇത്ര നീളം നമുക്ക് നീണ്ടു നിൽക്കണം. നമ്മൾ ഇതിൽ വെച്ച് കട്ട് ചെയ്യണം. അപ്പൊ ലൂസ് ചുമരായ കാരണം നമ്മള് ഇപ്പൊ ഇവിടുത്തെ വീട്ടുകാരൻ അവനാണ് ഈ സാധനം കൊണ്ടുവന്നത്. അപ്പൊ അത് നമ്മള് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ്. ഞങ്ങൾ ഇന്നലെ ഇതിന്റെ പേസ്റ്റ് കൂട്ടി വെച്ച് പോയതാണ്. മറ്റേ പാറ പോലെ സാധനം സെറ്റായിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ ലൂസ് ചുമരുള്ളടത്ത് ഈ സാധനം മേടിച്ചിട്ട് ഒരു ദിവസം എല്ലാം അടിക്കുക, കയറ്റി വെക്കുക, പിറ്റേ ദിവസത്തേക്ക് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പൊ ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നെറ്റ് ബോൾട്ട് വെച്ച് ആദ്യം ടൈറ്റ് ചെയ്തിട്ടില്ലേ, ആ ടൈറ്റ് ചെയ്തിട്ട് ഊരി എടുത്തോളോ. അല്ലാന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പണയം വെച്ച പോലെയും പിന്നെ കിട്ടില്ല. അപ്പൊ ഇതിന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ MIK ആർമെന്റ് എന്നാണ് ഇതിന്റെ സാധനത്തിന്റെ പേര്. നമുക്ക് ഇതെന്താ സംഭവങ്ങളും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ ഇതാവുമ്പോൾ മേടിച്ചു കൊടുന്നപ്പോ ഇന്നലെ വെച്ച് നോക്കിയപ്പോൾ അടിപൊളിയായിട്ട് തോന്നി. അല്ലാതെ ഇത് പരസ്യം കാര്യങ്ങളൊന്നും അല്ല, ഇത് ഏതാ പ്രൊഡക്റ്റ് എന്ന് വരെ നമുക്കറിയില്ല. അപ്പൊ ഇതൊരു ചെറിയൊരു കെമിക്കൽ പോലെ, ഗ്ലൗസ് ഇടാണ്ട് ഉപയോഗിക്കരുത്. എന്താ ഒരു മണൽത്തരി പോലെ ഇത്തിരി കളറായിട്ടുള്ള സാധനം, ആ സാധനം അതേപോലെ ഇതിലൊരു ഹാർണറാണ്. അപ്പൊ അത് രണ്ടും കൂടി ഇതെടുക്കണതിന്റെ ഒരു പകുതി ഈ സാധനം എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് പടച്ചു കഴിഞ്ഞാൽ നല്ല ലൂസുള്ള ചുമരുമ്പോൾ നമുക്ക് ടൈറ്റ് ആക്കാൻ വേണ്ടി ഉപകാരപ്പെടും. അപ്പൊ ഇത് നിങ്ങൾക്ക് ഉപകാരമായിട്ട് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാം. ഓക്കെ.